ഇപ്പോൾ ശരത് ലാലിന്റെ സഹോദരി അമൃത കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അമൃത, നമസ്കാരം. 6 വർഷമായിരിക്കുന്നു. എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? ഒരാശ്വാസകരമായ ഒരു വാർത്തയാണ് കോടതിയിൽ നിന്ന് കേട്ടത്. എന്നാലും ഞങ്ങളുടെ കുടുംബം പൂർണ്ണ സംതൃപ്തരല്ല. അറിയാം, 24 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 14 പേരെയാണ് ഇന്ന് കോടതി കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി 10 പേര് പുറമെ പുറത്തേക്ക് പോവുകയാണ്. ആ ഒരു സങ്കടം ഞങ്ങൾക്കുണ്ട്. കാരണം ഇനി 6 വർഷം പൂർത്തീകരിക്കാൻ 2 മാസമാണ് ബാക്കിയുള്ളത്. ഈ 6 വർഷക്കാലമായിട്ട് ഞങ്ങൾ നിയമ പോരാട്ടത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 24 പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത്. ഈ സമയത്ത് കോടതിയെ ബഹുമാനിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷം. പക്ഷേ 10 പേര് കുറ്റക്കാരല്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. എല്ലാവരും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. കാരണം അതിന് തക്കതായ എവിഡൻസ് ഒക്കെ കോടതിയിൽ കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നതെന്ന് അറിയില്ല. ഏതായാലും ഈ 6 വർഷക്കാലം ഞങ്ങൾ നിയമ പോരാട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഈ 10 പ്രതികളും ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഇവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് കേരളത്തിന് പോകുന്ന ഏറ്റവും നല്ലൊരു മെസ്സേജാണ്. കാരണം കൊലപാതകത്തിന് ശിക്ഷ കിട്ടിയൊരു കേസ് കുറവാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കേരളത്തിൽ കൊലപാതകം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കേസിലൂടെ, ഈ ഒരു വിധിയിലൂടെ അത് നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷ, ഒരു വിശ്വാസം ഞങ്ങൾ കുടുംബത്തിനും നാട്ടുകാർക്ക് ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അമൃത, അഭിഭാഷകരൊക്കെയായി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ? അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണല്ലോ അല്ലേ? അതെ അതെ, എന്തായാലും പൂർണ്ണ തൃപ്തരല്ല. 14 പ്രതികൾ ശിക്ഷിക്കപ്പെടും. അവർക്ക് മാക്സിമം 3-ാം തീയതി മാക്സിമം വധശിക്ഷ വരെ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും ബാക്കിയുള്ള പ്രതികളും ഇതിൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇനിയും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. അപ്പീലിന് പോകാൻ തന്നെയാണ് ഞങ്ങൾ കുടുംബത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവരുടെയും തീരുമാനം. കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ അവിടെ വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടിരുന്നു. പാർട്ടിയുടെ ഒരു പൂർണ്ണ പിന്തുണ അപ്പീൽ ഉൾപ്പെടെ തുടർന്നുള്ള നിയമ പോരാട്ടത്തിനും ഉണ്ടാകുമെന്ന ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ, ഇതുവരെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നത് പാർട്ടിയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. കൂടുതൽ സപ്പോർട്ടീവായിരുന്നു പാർട്ടി. ഇവിടുത്തെ DCC ആയാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അതിന് അതിയായ സന്തോഷമുണ്ട്. കൂടെ നിന്ന പ്രസ്ഥാനത്തിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് ഈ ഒരു സമയത്ത്. അമൃത, ഈ വിധി വന്ന ശേഷം അമ്മയുടെ പ്രതികരണം കാണുകയുണ്ടായി. നമുക്ക് ഒട്ടും അത് അമ്മയ്ക്കിപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? വിളിച്ചിരുന്നോ? അമ്മ എന്താണ് പറഞ്ഞത്? ഞാൻ ആ വിധി വന്ന ആ സമയത്ത് തന്നെ അമ്മയെ വിളിച്ചിരുന്നു. അമ്മക്കൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ മീഡിയയിലൊക്കെ കണ്ടു. ഒരുപാട് വേദന. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്തും എന്താവും വിധി ഒരു വേദനയോടെയാണ് അമ്മ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായിരിക്കും. ഈ 6 വർഷമായിട്ട് അമ്മ ഒന്ന് നോർമലായിട്ട് കണ്ടിട്ടില്ല. എപ്പോഴും ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഏട്ടൻ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. കൂടുതലും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഏട്ടൻ ഈ വെട്ടേറ്റ് കിടക്കുന്ന കണ്ടൊരു സഹോദരിയാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ എത്രത്തോളം ആ മനസ്സ് മരവിച്ച ആ ഒരു കാഴ്ച അത് ഇനി ഒരിക്കലും ഈ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് പ്രതികളുടെ കുടുംബത്തിൽ പോലെ ആയാൽ പോലും ഒരു സഹോദരിമാർക്കും ഒരമ്മമാർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും ഒരുപാട് അമ്മമാരുടെ കണ്ണീര് നമ്മളങ്ങനെ കാണുന്നുണ്ട്. എങ്ങനെയാണ് അമൃത അതിജീവിച്ചത്? ഒരുപക്ഷെ നീതി കിട്ടണം എന്ന ഒരു മനസ്സിലെ ഉറച്ചൊരു നിശ്ചയദാർഢ്യം തന്നെ ആയിരിക്കുമല്ലേ മുന്നോട്ട് നയിച്ചത്? അതെ അതെ, ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു കിട്ടില്ല. 2 സഹോദരങ്ങളെയും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള നീതിയാണ്. അതിനപ്പുറം നമുക്ക് ആർക്കായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറ്റവാളികൾ രക്ഷപ്പെടരുത്, അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ ഈ 6 വർഷക്കാലമായിട്ട് ഞങ്ങൾ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നത്. ഇനിയും ഞങ്ങൾ തൃപ്തരല്ല. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒരു കാര്യം കൂടി അമൃത, ഈ കേസ് നടത്തിപ്പിന്റെ പല ഘട്ടങ്ങളിലും പല ആശങ്കകളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ഞങ്ങൾക്ക് ആദ്യം കേസ് ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റുമ്പോഴാണ് ഞങ്ങൾക്ക് CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആദ്യം ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു, പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI വന്നതോടെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, എന്താവും ഈ കേസ് മുന്നോട്ട് പോവില്ല എന്നൊരു പേടിയായിരുന്നു. CBI വന്നതിനോടെ നല്ല പ്രതീക്ഷയായിരുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെ ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. സർക്കാർ കൂടെ ഉണ്ടായിരുന്നില്ല, ആ ഒരു സങ്കടമുണ്ട്. ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ട സർക്കാർ പ്രതികളുടെ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ആ പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വിധി കോടതിയിൽ നിന്ന് നേടിയെടുത്തത്. പ്രതികൾക്ക് തക്കതായ ശിക്ഷ 3-ാം തീയതി കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി അമൃത. ശരത് ലാലിൻ്റെ സഹോദരി അമൃതയാണ് സംസാരിച്ചത്. നിയമ പോരാട്ടം തുടരും. മറ്റ് വെറുതെ വിട്ട 10 പ്രതികൾക്കും ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകും എന്ന് തന്നെയാണ് അമൃത പ്രതികരിക്കുന്നത്. ഒരു അതിജീവനമാണ് ആ കുടുംബം നടത്തിയതെന്ന്